ഗൈസ്, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ സ്റ്റഡി ടേബിൾ ഫുൾ ഇങ്ങനെ വൃത്തികേടായി അലങ്കോലമായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ബുക്സൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചാൽ തന്നെ കുറേയൊക്കെ ഇവിടുന്ന് പോയി കിട്ടും. സോ ഞാൻ ഫസ്റ്റ് തന്നെ എല്ലാ ബുക്സും ഒന്ന് അടുക്കി പെറുക്കി വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ബുക്സൊക്കെ ആദ്യം ഓരോ വിഷയത്തിൽ ആദ്യം ടെക്സ്റ്റും ആ ഒരു ബോക്സിൽ ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലാണ് ഞാൻ എൻ്റെ ടെക്സ്റ്റ് നോട്ട്സൊക്കെ വെക്കാറുള്ളത്. അപ്പം ഞാൻ അതിൻ്റേതായ നോട്ടും അതിൻ്റെ ടെക്സ്റ്റും ഇങ്ങനെ രണ്ടും കൂടിയാണ് വെക്കുന്നത്. ഇപ്പം ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടി ആ ബോക്സിൽ കൊള്ളാത്തതുകൊണ്ട് തന്നെ അവിടെ ടൈം ടേബിൾ നോക്കിയിട്ട് അടുത്ത ദിവസം ഏതാണോ ഉള്ളത് ആ ടൈം ടേബിൾ നോക്കിയിട്ട് ബുക്കിനെ ടേബിൾ വെച്ചു. അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്, ഇത്രയും ബുക്കൊക്കെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ടേബിളിലുള്ള കുറച്ച് മാർക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അതിൻ്റെ സ്ഥാനത്തേക്ക് എടുത്ത് വെച്ച്, പിന്നെ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനിങ്ങനെ അതിൻ്റേതായ സ്ഥലത്ത് ഇങ്ങനെ എടുത്ത് വെക്കാൻ കേട്ടോ. ഈ പേപ്പർ വെക്കാനാണ് ആ കുഞ്ഞി ബോക്സിൽ ഞാൻ വെക്കാറുള്ളത്. പിന്നെ എപ്പോഴും എടുക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ അതവിടെ വയ്ക്കും. പിന്നെ ഇതാ അവിടെ കുറച്ച് സ്കെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനകത്ത് അതിൻ്റേതായ സാധനങ്ങളൊക്കെ മാറ്റി. പിന്നെ ഞാൻ സ്കൂളിലോട്ട് കൊണ്ടുപോകുന്ന പൗച്ച്, അതിൽ പെന്നും റൈസറും കാര്യങ്ങളൊക്കെ ഇവിടെ അലങ്കോലമായി കിടക്കുകയാണ്. അതൊക്കെ എടുത്തിട്ട് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകുന്ന ആ ഒരു സെറ്റിൽ വെച്ചു. പിന്നെ ഞാൻ എഴുതി പഠിക്കുന്ന ബുക്ക്, ഇമ്പോർട്ടൻറ്റ് റഫ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഈ ഒരു ബോക്സിൻ്റെ മേലെ വെച്ചു. പിന്നെ സ്റ്റേപ്ലറാണ്, അത് ഇതാ ഈ കുഞ്ഞി വലുപ്പിൽ ഞാനിട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഇതിൽ ഇഷ്ടപ്പെട്ടൊരു വലുപ്പാണ് കേട്ടോ അത്. പിന്നെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചു. പിന്നെ പറഞ്ഞത് ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാനാണ്. ഞാൻ ഈ ബൗൾസൊക്കെ ഞാൻ പേപ്പർ കപ്പിൽ ചെയ്തെടുത്തതാണ് കേട്ടോ. നമുക്ക് നല്ലപോലെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും അവിടെ. പിന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു, എന്നിട്ട് ഞാനിതവിടെ വെച്ചു. പിന്നെ പറഞ്ഞത് ഇത് നമ്മളെ ഫോൺ സ്റ്റാൻഡാണ്. ഞാൻ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആദ്യം ഇതിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പം അതൊക്കെ ഇപ്പോഴും എൻ്റെ ടേബിളിലൊക്കെ സാധനം പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ അവിടെ വെച്ചു. അപ്പോൾ ഇത്രയാണുള്ളത്. ഇനി ഇവിടെ കുറച്ച് പൊടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തട്ടിയെടുക്കണം. പിന്നെ ഉണ്ട് നമ്മുടെ പാർട്ട് 2 ബുക്ക് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടി. അപ്പോൾ അതിനിപ്പോൾ നിൽക്കാൻ സ്ഥലം എവിടെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ജസ്റ്റ് തന്നെ അതിൻ്റെ മേലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ച് കൊടുത്തു. ഇതിന് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കാമല്ലോ. പിന്നെ ബുക്സൊക്കെ കുറച്ചും കൂടി ഉണ്ട് ഇനി സ്ഥലത്ത് വെക്കാൻ, അതൊരു സ്ഥലത്ത് വെച്ചു. പിന്നെ പറയാനുള്ളത് ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാണ്ട്. അപ്പം എനിക്കിത് ഒരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുക്കുകയാണ്. ഈ വൈറ്റ് തുണി ആയതുകൊണ്ട് തന്നെ വൈറ്റ് ആ ഒരു പോസിറ്റീവ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് എടുത്തത്. പക്ഷെ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒരു മഷിയായി തന്നെ പെട്ടെന്ന് അറിയും ഇതിൽ. പിന്നെയും കുറച്ചും കൂടി ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഇടയ്ക്ക് കളർ ചെയ്യാൻ ജസ്റ്റ് ഇങ്ങനെ ക്രാഫ്റ്റ് എനിക്കിഷ്ടമാണ്. അപ്പം അതിനൊക്കെ എടുക്കുന്ന പല സംഭവങ്ങളുണ്ട്, അതൊക്കെ എടുത്തിട്ട് ഇതൊരു ഐസ്ക്രീമിൻ്റെ ഒരു സംഭവമാണ്. അതിൽ ജസ്റ്റ് പെയിൻ്റൊക്കെ അടിച്ച് എന്തൊക്കെ കാട്ടിക്കൂട്ടിയതായിട്ടത്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഞാൻ വൈറ്റ് ബോർഡാണ് യൂസ് ചെയ്യാറുള്ളത്. എനിക്കെന്ന് വെച്ചാൽ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുമ്പം ഈ ചോക്കിൻ്റെ അലർജി ഉള്ളതുകൊണ്ട് ഈ ഒരു ബോർഡാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത്രയാണ്. പിന്നെ ചെയ്യാനുള്ള വർക്ക്സൊക്കെ ഞാനൊരു പേപ്പർ നമ്മുടെ സ്റ്റിക്കി നോട്ടിൽ എഴുതി അങ്ങനെ ഒട്ടിച്ച് വെക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഞാനിത് എടുത്ത് വേസ്റ്റിലിട്ടു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് പഠിക്കാറുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് എൻ്റെ ഓരോ ഈവനിങ് വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.